ആദ്യ ഷോട്ട് മുതൽ അത്യന്തം പിരിമുറുക്കത്തോടെ സഞ്ചരിക്കുന്ന കഥാഗതി, ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന തരത്തിലേക്കുള്ള പോക്ക്. പെട്ടെന്ന് കഥയിലേക്കൊരാൾ കടന്നു വരുന്നു. സിനിമയുടെ അതുവരെയുള്ള ടോണിനെ അപ്പാടെ മാറ്റിമറിച്ചൊരു എൻട്രി. സീരിയസ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന സിനിമയെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ നിമിഷ നേരം കൊണ്ട് ചിരിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത മുതൽ. അമ്മാമ സ്ക്രീനിലെത്തിയ സമയം മുതൽ എല്ലാവരെയും സർപ്രൈസ് ചെയ്ത പ്രകടനമായിരുന്നു. ബാലൻ സിനിമ പരിചയപ്പെടുത്തിയ നവാഗതരിൽ അമ്മാമയെ അവതരിപ്പിച്ച ഡോളി ജോൺ നമ്മുടെയൊക്കെ ഹൃദയത്തിലാണ് കയറിക്കൂടിയിരിക്കുന്നത്. ആരാണ് ഡോളി ജോൺ എന്ന് മനസ്സിലായോ? തന്റെ കൊച്ചുമകന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് ഡോളി എന്ന ക്യൂട്ട് അമ്മാമ പ്രേക്ഷകർക്ക് ആദ്യം സുപരിചിതയായത്. തന്റെ തനതായ ശൈലിയിൽ കൊച്ചുമകനോടൊപ്പം വീഡിയോയിലെത്തിയ അമ്മാമ വളരെ വേഗം സോഷ്യൽ മീഡിയ സർക്കിളിൽ ശ്രദ്ധ നേടി. ഒന്നും ഫിൽറ്റർ ചെയ്യാത്ത പച്ചയായ സംസാര ശൈലി വളരെ പെട്ടെന്ന് ഈ അമ്മാമയെ വേറിട്ട് നിർത്തി. ഇന്ന് ബാലൻ കണ്ടിറങ്ങുമ്പോഴും അവരുടെ ആ സംസാരം തന്നെയാകും ആദ്യം പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽപ്പുണ്ടാകുക. വന്നപാടെ ഫർസാനയുടെ അമ്മയും ആദിശേഷൻ അവതരിപ്പിച്ച മകനെയും തോക്കിൻ മുന്നിൽ വിറപ്പിച്ചു നിർത്തുന്ന സീൻ മുതൽ ഡോളി അമ്മച്ചി മലയാള സിനിമയ്ക്കുള്ള വരവറിയിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഒരു കംപ്ലീറ്റ് ബ്ലാസ്റ്റാണ് എന്ന് തന്നെ പറയാം. മാങ്ങ പറിക്കാൻ തൊടിയിൽ കയറുന്ന പിള്ളേരെ വെടിവെച്ച് ഭയപ്പെടുത്തുന്ന, ആരോടും ഒന്നും മിണ്ടില്ലെന്ന് മകൻ പരിചയപ്പെടുത്തുന്ന, വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന അമ്മ, മെലോഡ്രാമയ്ക്ക് സാധ്യതകൾ ഏറെയുള്ള കഥാപാത്ര സൃഷ്ടി. പക്ഷേ ചിദംബരം ഡോളിയമ്മയ്ക്കായി അവിടെ ഒരുക്കി വെച്ചത് അവരുടെ റിയൽ ലൈഫിനോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമായിരുന്നു. ആദ്യം സ്വല്പം റഫ് എന്ന് തോന്നിപ്പിക്കുകയും അടുത്തു കഴിയുമ്പോൾ പാവമെന്ന് തോന്നിക്കുന്ന അമ്മച്ചി ബാലന്റെ ആദ്യ പകുതിയിൽ നൽകുന്ന എനർജി വളരെ വലുതാണ്. കഥയിൽ അത്രയും നേരം അമ്മയും മകനും അനുഭവിക്കുന്ന ഒറ്റപ്പെടലും ഓടിയൊലിക്കലും പ്രേക്ഷകന് നൽകുന്ന ടെൻഷൻ ചെറുതല്ല. എന്നാൽ അമ്മച്ചിയുടെ പക്കൽ എത്തുന്നത് മുതൽ അവർക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വവും സംരക്ഷണവും കുറച്ചു നേരത്തേക്കെങ്കിലും അവർക്കെന്ന പോലെ പ്രേക്ഷകരും ആശ്വാസമാകുന്നു. തൻ്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ആ അമ്മയും മകനും അനുഭവിക്കുന്ന പ്രശ്നം കൃത്യമായി മനസ്സിലാക്കുന്ന, ആരെയും അധികമായി ആശ്രയിക്കാൻ ഇഷ്ടപ്പെടാത്ത, ഉള്ളിലുള്ളത് മറച്ചു പിടിക്കാതെ പറയുന്നയാൾ കൂടിയാണ് ഈ അമ്മാമ. ചിദംബരവും ജിത്തു മാധവനും ചേർന്ന് നടത്തിയിരിക്കുന്ന ഈ കഥാപാത്ര സൃഷ്ടിയുടെ ഭംഗി പൂർത്തിയാകുന്നത് അമ്മാമയുടെ പ്രകടനത്തിലെ സ്വാഭാവികത കൊണ്ടുകൂടിയാണ്. ആദ്യ സിനിമയുടെ യാതൊരു പതർച്ചയോ പ്രായത്തിൻ്റെ തളർച്ചയോ അവർക്കില്ല. ആദ്യ പകുതിയിൽ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന സമയം മുഴുവൻ ചിരിപ്പിക്കുകയും കൈയടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടവർ. ഇനിയും തേച്ചുമിനിക്കാൽ മലയാള സിനിമയ്ക്ക് ഒരു ഗംഭീര അഭിനേത്രിയെ ലഭിക്കുമെന്ന് ഉറപ്പാണ്. ഡോളി അമ്മാമയ്ക്കൊപ്പം അമ്മയായി വേഷമിട്ട ഫർസാനയും മകനായി വേഷമിട്ട സിനാൻ ആദിശേഷൻ എന്നിവരും, ജീൻ പോൾ ലാലിൻ്റെ പവിത്രൻ പോലീസും ടൊവിനോയുടെ അബ്ബാസുമെല്ലാം ബാലനിൽ കയ്യടി നേടുന്നുണ്ട്. പ്രകടനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ബാലൻ. കഥാപാത്രങ്ങളും അഭിനേതാക്കളും കുറവായിരിക്കുമ്പോഴും ലിമിറ്റഡായ കഥാപാത്രങ്ങളെ വെച്ച് ബാലൻ തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നുണ്ട്. ജിത്തു മാധവൻ എന്ന എഴുത്തുകാരൻ്റെയും ചിദംബരം എന്ന സംവിധായകൻ്റെയും മികച്ച വർക്ക് തന്നെയാണ് ബാലൻ. ഒപ്പം ഡോളി ജോൺ, ഫർസാന, ആദിശേഷൻ, സിനാൻ തുടങ്ങിയ ഗംഭീര അഭിനേതാക്കളെ വിശ്വസിച്ച് ബാലൻ എന്ന ചിത്രവുമായി മുന്നോട്ടു പോകാൻ ചിദംബരം കാണിച്ച ധൈര്യത്തിനും കയ്യടി അർഹിക്കുന്നു. സ്റ്റാറുകളും സ്റ്റാർഡവുമെല്ലാം വെറും മിഥ്യകളാകുന്ന ഈ കാലത്ത് ബാലന്റെ വിജയം പുതിയ സംവിധായകർക്ക് നൽകുന്ന ധൈര്യം ചെറുതല്ല. മികച്ച കഥയും കഥാപാത്രങ്ങളും ഗംഭീര അഭിനേതാക്കളും ഉണ്ടെങ്കിൽ ഇന്ന് മലയാളത്തിൽ എന്തും സാധ്യമാകുമെന്നും ബാലൻ ഉദാഹരണമാകുന്നു.